അപ്പോൾ ഹൻസ് റൂളിനെ കുറിച്ച് പഠിക്കുകയാണ്. അപ്പോൾ ഹൻസ് റൂൾ എന്ന് പറയുന്നത് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ്, ഒരു ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യാനാണ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ആറ്റം തന്നിട്ട് ആ ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ അവിടെ നമ്മൾ ഹൻസ് റൂളാണ് ആക്ച്വലി അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ പല റൂൾസ് പഠിച്ചിട്ടുണ്ട്, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ പല പ്രിൻസിപ്പിളും പല റൂൾസും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഒരു ആറ്റം തന്നിട്ട് അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എഴുതാൻ പറയുമ്പോൾ ഹൻസ് റൂൾ അവിടേക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ദേ ഡു നോട്ട് അപ്ലൈ ടു ദ എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെ കേസിൽ ഒരിക്കലും നമുക്ക് ഹൻസ് റൂളിനെ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഹൻസ് റൂൾ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആറ്റത്തിൻ്റെ കണ്ടുപിടിക്കുക എന്നാണ് അർത്ഥം. അപ്പം ഇതായിരുന്നു നമുക്ക് കിട്ടിയത്. 3D6ൻ്റെ എസ് നമുക്ക് കിട്ടി, എൽ നമുക്ക് കിട്ടി, J = L ± S ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടേക്ക് നമ്മൾ ഹൻസ് റൂളിനെ അപ്ലൈ ചെയ്ത ഹൻസ് റൂൾ എന്താ പറയാമെന്ന് വെച്ചാൽ, ഒരു ഓർബിറ്റിൽ ഫുള്ളി ഫിൽഡാണെന്ന് വിചാരിക്കാം. ഇപ്പം ഞാൻ പറയാണ് ഡി ഓർബിറ്റൽ എടുത്തു. ഡി ഓർബിറ്റലിന് 10 ഇലക്ട്രോൺസിനെ ഒക്യുപ്പൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഫുള്ളി ഫിൽഡ് ചെയ്യാമെന്ന് വെച്ചാൽ 10 എണ്ണം വേണം ഡിയിൽ. ഇതിൻ്റെ 10ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഹാഫ് ഫിൽഡ് എന്ന് വെച്ചാൽ 5 എണ്ണമാണ്. ഇനി ലെസ് ദാൻ ഹാഫ് ഫിൽഡ് എന്ന് പറയുമ്പോൾ 5നേക്കാട്ടിലും കുറവായിരിക്കണം. ആൻഡ് ഫുള്ളി ഫിൽഡ് എന്ന് പറയുമ്പോൾ 10 ആണ്, ഹാഫ് ഫിൽഡ് എന്ന് പറയുമ്പോൾ 5 ആണ്. അപ്പോൾ ഹൻസ് റൂൾ അനുസരിച്ച് ഫുള്ളി ഫിൽഡായിട്ടാണ് ഉള്ളതെങ്കിൽ, ഓക്കെ, അപ്പോൾ ഫുൾ ഫിൽഡായിട്ടാണ് ഒരു ഓർബിറ്റിൽ നിൽക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഫുൾ ഫിൽഡ് ആണെങ്കിൽ ഇതാണ് ഹൻസ് റൂൾ, ജെയുടെ വാല്യൂ 0 ആയിരിക്കും. ഇനിയും ഹാഫായിട്ടാണ് ഫില്ല് ചെയ്തേക്കുന്നതെങ്കിൽ ജെയുടെ വാല്യൂ എന്താ എടുക്കേണ്ടതെന്ന് അറിയാം, തൊട്ട് പകുതിയാണ് ഹാഫ് ഫിൽഡ് എന്ന് വെച്ചാൽ ജെയുടെ വാല്യൂ എസിൻ്റെ അതേ വാല്യൂ ആയിരിക്കും. ഓക്കെ, അതേസമയം ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് L - S മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ ജെയുടെ വാല്യൂ എന്ന് വെച്ചാൽ L + S ആണ്. ദിസ് ഈസ് ആക്ച്വലി ഹൻസ് റൂളിൻ്റെ ഒരു റൂളാണ്. ഇതൊന്ന് എഴുതി വെക്കണം. അപ്പോൾ എന്താ പറഞ്ഞത്, ഓർബിറ്റൽ എടുക്കുക. ഡി ഓർബിറ്റൽ ആവുമ്പോൾ അതിന് ഫുൾ ഫിൽഡ് ആണോ, ഫുൾ ഫിൽഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, J 0 ആണ്. ഹാഫ് ഫിൽഡ് ആണെങ്കിൽ S ആണ്. ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ഇതും, മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ പ്ലസ്സും ആകും. അപ്പോൾ ഇതാണ് ഹൻസ് റൂളിൽ മനസ്സിലാക്കേണ്ടത്. എസ് ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ മാക്സിമം 2 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 1, ഫുള്ളി ഫിൽഡ് എന്ന് പറയുന്നത് 2. അപ്പോൾ മാക്സിമം, അതായത് ഫുള്ളി ഫിൽഡ് ആണെങ്കിൽ J എന്ന് പറയുന്ന ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം J എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് 0 ആയിരിക്കും. ഹാഫ്